നബിവാക്യം. അനാഥയോട് നന്നായി വർത്തിക്കുന്ന കുടുംബമാണ് ഏറ്റവും നല്ല കുടുംബം. അനാഥയോട് മോശമായി വർത്തിക്കുന്ന കുടുംബമാണ് ഏറ്റവും മോശപ്പെട്ട കുടുംബം. ഞാനും അനാഥയെ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ ഒരുമിച്ചായിരിക്കുമെന്നും മറ്റൊരു നബിവാക്യത്തിൽ കാണാം. പിതാവിൻ്റെ ലാളനയും വാത്സല്യവും നഷ്ടപ്പെട്ടവരാണല്ലോ അനാഥകൾ. പക്ഷേ ദൈവകാരുണ്യം അവർക്ക് നഷ്ടമാകുന്നില്ല. അവരുടെ നഷ്ടങ്ങളെ നികത്താൻ ഉതകുന്ന വിധത്തിലുള്ള നിയമങ്ങൾ ജീവിച്ചിരിക്കുന്ന ചുറ്റുമുള്ളവരോട് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. അനാഥയെ അവഗണിക്കുന്നവരെ മതനിഷേധികളായിട്ടാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. മതത്തെ നിഷേധിക്കുന്നവനെ നീ കണ്ടില്ലേ? അനാഥയെ അവഗണിക്കുന്നവനാണവൻ. 22ഓളം സൂക്തങ്ങളിലാണ് വിശുദ്ധ ഖുർആനിൽ അനാഥകളെക്കുറിച്ച് പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. അതിനും പുറമെ നിരവധി നബിവചനങ്ങളും കാണാം. ഇവയിൽ നിന്ന് മനസ്സിലാകുന്നത് പ്രധാനമായും 3 കാര്യങ്ങളാണ്. 1, അനാഥകളോട് നന്മ ചെയ്യുന്നതിൻ്റെ പ്രാധാന്യവും പ്രതിഫലവും ഊന്നി പറയുന്നു. 2, അവരുടെ സാമൂഹിക അവകാശങ്ങളെ വിവരിക്കുന്നു. 3, അവരുടെ സാമ്പത്തിക അവകാശങ്ങളെ പരിഗണിക്കുന്നു. അനാഥയുടെ ധനം കവർന്നെടുക്കുന്നത് വൻ പാപങ്ങളിൽ ഒന്നാണെന്ന് നബി തിരുമേനി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിനുള്ള ശിക്ഷയെക്കുറിച്ച് ഉണർത്തിക്കൊണ്ട് ഖുർആൻ പറയുന്നുണ്ട്, അനാഥയുടെ ധനം അന്യായമായി തിന്നുന്നവർ അവരുടെ വയറുകളിൽ നിറക്കുന്നത് നരകത്തീയാണ്. ആളിക്കത്തുന്ന നരകത്തിൽ അവർ വെന്തുരുകുക തന്നെ ചെയ്യും.